ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടു കഴിഞ്ഞാല്. അയ്യോ സിറി അതെ, ഞാനിന്ന് പറയുന്നതേ, ഇപ്പൊ ഞാന് കുറച്ച് ദിവസങ്ങളില് അമ്മമാരുടെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ചിലര് പറയും, എടി അമ്മമാർക്ക് നെഗറ്റീവ് ഉള്ളതുണ്ട്, നീ അതൊന്ന് പറയണം കേട്ടോ. കാരണം ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ള അമ്മമാരും അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള അമ്മമാരും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കതങ്ങനെ ചിന്തയിൽ വന്നത്. കാരണം ഒരു മോള് വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബാധ്യത കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ മോൾക്ക് എന്ത് കഷ്ടപ്പാട് വന്നാലും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നുമില്ല. സ്വന്തം കാര്യം സിന്ദാബാന്നുള്ള പോലെ നടക്കുന്ന അമ്മമാരുണ്ട്. അപ്പന്മാരുടെ കേസല്ല കേട്ടോ പറയുന്നത്, അമ്മമാരുടെ കേസാണ് പറയുന്നത്. ഒരു അസുഖം വന്നാൽ ഒന്ന് വിളിച്ച് ചോദിക്കാനോ അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മോള് ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ മുഖം വീർപ്പിക്കല്, പിന്നെ ഒരു മാസത്തിന് ഫോൺ ചെയ്യാതിരിക്കല്, അങ്ങനെയൊക്കെ. പക്ഷെ മകൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ, എല്ലാവരും ഇപ്പൊ നല്ല സുഖത്തിലൊന്നും അല്ലല്ലോ എല്ലായിടത്തും ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു വിവരം അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചു വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന കുറെ പേരെ ഞാൻ കേട്ടു. അപ്പൊ ഈ പാരന്റ്സ് അല്ലെങ്കിൽ അമ്മമാരാണ് ശരിക്കും ഈ മക്കളുടെ ഒപ്പം നമ്മള് അവരുടെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു അമ്മമാരാണ് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് പറഞ്ഞു. ശരിയാണ്. അതുപോലെ തന്നെയാണ് അവരുടെ എല്ലാ നെഗറ്റീവ് സൈഡുകളും ഉണ്ട് അമ്മമാർക്ക്. അപ്പൊ ഈ പാരന്റ്സ് കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാല്, അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന മക്കള് ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ഒട്ടും വിളിക്കാതെ ശ്രദ്ധിക്കാതെ അലസമായിട്ട് മക്കളെ വിട്ട് നിൽക്കുന്ന പാരന്റ്സും ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറെ പേര് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം എന്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ എന്റെ ചിന്തയിൽ വന്നത്. അങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളത്. അപ്പൊ മക്കള് ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ട്. ഇപ്പൊ ഈ കെട്ടിച്ച മക്കളെ മാത്രല്ല, ഈ ആമ്പിള്ളേരേനെയും അവര് വലിയ നിലയിലായി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് ഈ പാരന്റ്സ് വിളിക്കാതിരിക്കുക. ഒരു പ്രാവശ്യം ഒരു കോള് അമ്മമാരുടെ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എത്ര നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്താലും അതിന്റെ ഒരു സുഖമല്ല. അമ്മമാര് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചു കഴിഞ്ഞാല് ഒരു സ്വർഗം കിട്ടിയ പോലെയാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട് കേട്ടോ അമ്മമാരുടെ കേസില്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കൾക്കും ഒരു രണ്ട് സ്വർഗം കിട്ടിയ ഒരു സന്തോഷം ഉണ്ടായിരിക്കും നമ്മളൊന്ന് അങ്ങോട്ട് വിളിക്കുമ്പോ. അപ്പൊ ആഴ്ചയിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സുഖവിവരം അന്വേഷിക്കുക, ഒന്ന് വീട്ടിൽ പോയി കാണുക, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് ഒത്തിരി സന്തോഷമായിരിക്കും. താങ്ക്